ഓം ഗണപതയേ നമഃ. ഓം രാമചന്ദ്രായ നമഃ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പരിശോധിക്കുന്നത് വാൽമീകി രാമായണത്തിലെ അയോധ്യാകാന്ഡത്തിലെ 20-ാം സർഗത്തെ പറ്റിയാണ്. കഴിഞ്ഞ സർഗം അവസാനിക്കുമ്പോൾ രാമനെ യുവരാജാവാക്കാനുള്ള ശ്രമത്തിന് ഒരു തടസ്സമുണ്ടാകുകയും രാമൻ വനത്തിൽ പോകുന്നതിന് ഇടയാവുകയും ചെയ്തത് നമ്മൾ മനസ്സിലാക്കി. ഈ സർഗം തുടങ്ങുമ്പോൾ രാമചന്ദ്രൻ ഈ വിധ വിവരങ്ങൾ മാതാവിനോട് പറയുന്നതിനും മാതാവിനോട് യാത്ര ചോദിച്ച് വനത്തിലേക്ക് പുറപ്പെടുന്നതിനും തീരുമാനിച്ചുകൊണ്ട് അന്തഃപുരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതാണ് കാണുന്നത്. ആ സമയത്ത് അന്തഃപുര സ്ത്രീകൾ ഈ ദുഃഖം കാരണം വളരെ വിഷമാവസ്ഥയിലാവുകയും കൂട്ടക്കരച്ചിൽ മുഴങ്ങുകയും ചെയ്തു. ഏവരുടെയും അഭിപ്രായങ്ങൾക്ക് ചെവി കൊടുക്കുന്ന, പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന രാമന് ഈ സ്ഥിതി വന്നത് അവർക്ക് ഏവർക്കും ദുഃഖകരമായി. രാമൻ കൗസല്യ മാതാവിന് അടുത്തേക്ക് പുറപ്പെടുമ്പോൾ ദുഃഖിതനായ ലക്ഷ്മണൻ രാമനെ അനുഗമിച്ചു. രാജാവിനെ ബുദ്ധി കെട്ടുപോയോ എന്ന് അന്തഃപുര സ്ത്രീകൾ അടക്കം പറഞ്ഞു. എന്നാൽ രാജാവിൻ്റെ സ്ഥിതിയോ, രാജാവ് ഇരുന്നിടത്ത് തന്നെ ഇരുന്ന് ഉരുകിപ്പോയ അവസ്ഥയിലുമായി. രാമൻ കൗസല്യ മാതാവിൻ്റെ കൊട്ടാരത്തിലേക്ക് കടക്കുമ്പോൾ അബ്രാഹ്മണരും വൃദ്ധരും ബാലസ്ത്രീകളും ഒക്കെ കൊട്ടാര വാതിൽക്കൽ രാമനെ സ്തുതിച്ചുകൊണ്ട് കാണപ്പെട്ടു. കൊട്ടാരത്തിലേക്ക് കടന്നപ്പോൾ വെള്ളപ്പട്ടുടുത്തവളും മംഗളകർമ്മങ്ങൾക്ക് മുന്നോടിയായി നടത്തേണ്ട ഹോമങ്ങൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കൗസല്യ മാതാവിനെ കണ്ടു. മാതാവ് ഓടിയെത്തി രാമന് കൈവരാൻ പോകുന്ന സൗഭാഗ്യത്തെ ഓർത്തുകൊണ്ടാണ് മാതാവ് എത്തിയത്. എത്തിയപ്പോൾ തന്നെ ആ മകനെ ആ ഭക്ഷണത്തിന് കൗസല്യ ക്ഷണിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ രാമൻ പറഞ്ഞു, ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഭവങ്ങൾ അമ്മയ്ക്കും സീതയ്ക്കും ലക്ഷ്മണനും അത്ര സന്തോഷം ഉളവാക്കുന്നതല്ല. അമ്മ ആവശ്യപ്പെട്ട ഇരിപ്പിടത്തിൽ എനിക്ക് ഇപ്പോൾ ഇരിക്കാൻ സാധിക്കുന്നതല്ല. കാരണം ഞാൻ ദണ്ഡകാരണ്യത്തിലേക്ക് പോകാൻ പുറപ്പെട്ടിരിക്കുന്നു. എനിക്ക് അതാണ് വിധിച്ചിരിക്കുന്നത്. ഋഷിമാർ ഇരിക്കുന്ന ദർഭാസനമാണ് എനിക്ക് ഇരിക്കാൻ കഴിയുന്നത്. മഹാരാജാവ് ഭരതനെ യുവരാജാവാക്കുന്നതിനും എനിക്ക് 14 വർഷം വനത്തിൽ കഴിയുന്നതിനും കൽപ്പിച്ചിരിക്കുന്നു. കൗസല്യ ഇത് കേട്ട് മൂർച്ഛിച്ച് താഴെ വീണു. ആധി വർദ്ധിച്ച് പ്രജ്ഞയേറ്റ് വീണുപോയ കൗസല്യയെ രാമൻ എഴുന്നേൽപ്പിച്ചു. തലോടി ആശ്വാസ വചനങ്ങൾ പറഞ്ഞു. കൗസല്യ പറഞ്ഞു, എനിക്ക് നിന്റെ ജനനത്തിന് മുമ്പ് ഒരു ദുഃഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പുത്രനില്ല എന്നുള്ള ഒരേ ഒരു ദുഃഖം. എന്നാൽ ഇപ്പോൾ അതിഭയങ്കരമായ ദുഃഖം വന്നു ചേർന്നിരിക്കുന്നു. നീ കൊട്ടാരത്തിൽ ഇല്ലാത്ത അവസ്ഥ എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. നിന്റെ സാന്നിധ്യമില്ലെങ്കിൽ പരിജനങ്ങൾ പോലും എന്നോട് സംസാരിക്കുന്നതിന് മടിക്കും. എപ്പോഴും പരുഷം പറയുന്ന അഥവാ കോപശീലമുള്ള കൈകേയി പറയുന്ന പരുഷ വാക്കുകൾ എനിക്ക് സഹിക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല. നീ യുവരാജാവായി കാണുന്നതിനെ ഞാൻ കഴിഞ്ഞ 17 വർഷത്തിലധികമായി കാത്തിരിക്കുകയാണ്. ഞാൻ ഹൃദയം പൊട്ടിപ്പോകുന്ന അവസ്ഥയിലാണ്. എന്നാൽ യമരാജാവ് എന്നെ കൊണ്ടുപോകാൻ എത്തുന്നതുമില്ല. പുത്രൻ്റെ ശ്രേയസ്സിനായി ചെയ്ത കഠിന തപസ്സുകളും വ്രതങ്ങളും ദാനങ്ങളുമെല്ലാം തരിശുഭൂമിയിൽ വിതച്ച വിത്ത് പോലെ നിഷ്ഫലമായി പോയല്ലോ. അതികഠിനമായ ആ ദുഃഖം കൊണ്ട് തകർന്ന ഞാൻ
കിടാവ് നഷ്ടപ്പെട്ട പശുവിൻ്റെ അവസ്ഥയിലെത്തപ്പെട്ടിരിക്കുന്നു. നിന്നെ പിരിഞ്ഞ ശേഷം ഇവിടെ കഴിഞ്ഞുകൂടുവാൻ എനിക്ക് സാധിക്കാത്ത അവസ്ഥയാണ്. ആകയാൽ ഞാനും നിന്റെ കൂടെ കാട്ടിലേക്ക് വരികയാണ്. ഈ വിധത്തിലെല്ലാം പറഞ്ഞുകൊണ്ട് മകന് വന്നു ചേർന്ന ആപത്തിനെ പറ്റി ഓർത്തുകൊണ്ട് കൗസല്യ വിലപിച്ചുകൊണ്ടേയിരുന്നു. ഈ വിവരം വാൽമീകി മഹർഷി പങ്കുവച്ചതോടുകൂടി ഈ സർഗം ഇവിടെ അവസാനിക്കുകയാണ്. കൗസല്യ മാതാവിനോട് ലക്ഷ്മണൻ പറയുന്ന ആശ്വാസ വചനങ്ങൾ നമുക്ക് അടുത്ത സർഗത്തിൽ മനസ്സിലാക്കാം. ഓം രാമചന്ദ്രായ നമഃ. ഓം സീതാപതയേ നമഃ.